വിറ്റിലിഗോ, ഈ വെള്ളപ്പാണ്ട്, അതൊരു വളരെ മോശമായ രീതിയിൽ ദേഹം മുഴുവനും ചികിത്സയ്ക്ക് പോയി, എല്ലാം പരാജയപ്പെട്ടു. അപ്പോഴാണ് ആരോ ഇൻറ്റിമസിയെക്കുറിച്ച് പറയുന്നത്. എന്നാൽ അതും ഒന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വന്നു. അപ്പോൾ റിപ്പോർട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ സ്ത്രീയെ ഒന്ന് കാണട്ടെ. അപ്പോൾ ഇവരെ നോക്കുമ്പോൾ അവർ കണ്ണിലിങ്ങനെ നോക്കുമ്പോൾ അവരെൻ്റെ കണ്ണിലല്ല നോക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞത്, കൃത്യം 3 മാസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു. 90% രോഗവും മാറി. ഞങ്ങളതിൻ്റെ ബിഫോറും ആഫ്റ്ററും ഫോട്ടോ എടുത്ത് വച്ചിട്ടുണ്ട്. പാർക്കിൻസൺ ഡിസീസ്, അതിനും ചികിത്സയില്ലെന്നാണ് പറയുന്നത്. ചെറിയ സ്റ്റിറോയിഡൊക്കെ വെച്ച് മാനേജ് ചെയ്യാം. ക്രോണിക് അലർജി, ഇതൊക്കെ നമ്മൾ എത്ര സൗമ്യമായിട്ടാണെന്നറിയാമോ ആ പ്രകൃതിയുടെ താളവുമായി ചേർത്ത് വച്ച് അവരെ ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ കർണനെ നമ്മളൊരു യങ് ആയിട്ടുള്ളൊരു പോരാളിയായിട്ടാണെങ്കിലും സർവവും തികഞ്ഞൊരു പോരാളിയായിട്ട് കാണുന്നത് ഭീഷ്മരെയാണ്. ഭീഷ്മ പിതാമഹൻ. കൗരവപക്ഷം മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഭീഷ്മരാണ്. ഭീഷ്മർ മരിക്കാമെന്ന് തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ കൃഷ്ണൻ പോലും പരാജയപ്പെടുവാൻ, അല്ലേ? അപ്പോൾ അത്രയും ശക്തനായ ഒരു കഥാപാത്രം. പക്ഷേ ഈ കഥാപാത്രം ഏറ്റവും ശാപം കിട്ടിയവനാണ്, അതറിയാമോ? അങ്ങനെ ഒരു കഥയുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഞാൻ അങ്ങനെ വെറുക്കുമ്പോൾ എൻ്റെ ദേഹത്തുണ്ടാകുന്ന ഒരു ഊർജ്ജ വ്യതിയാനം ഈ ക്യാമറ ക്യാപ്ചർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഈ വെറുപ്പ് ഈ കോശങ്ങൾ സ്വീകരിക്കും. അങ്ങനെ കോശങ്ങൾ പരസ്പരം വെറുക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ദേഹത്ത് തന്നെ ഒരു കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യും. ഞാൻ താങ്കളെ വെറുക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കോശങ്ങൾ തന്നെയാണ് പരസ്പരം വെറുക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഇവരുടെ കോർഡിനേഷൻ നഷ്ടപ്പെടും. അപ്പോൾ അവർ സ്ട്രെയിഞ്ചായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. വെറുപ്പാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ കാറ്റഗറിയിൽ ഏതാ വരുന്നത്? സ്കിൻ ഡിസീസസ്, വിറ്റ്ലിഗോ, സോറിയാസിസ്, പിന്നെ ഓസ്റ്റിയോപൊറോസിസ്, ദെൻ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ക്യാൻസർ. ഇതെല്ലാം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ വരുന്നതാണ്. ഇത് മരുന്നുകൊണ്ട് എളുപ്പത്തിലൊന്നും മാറ്റാൻ പറ്റില്ല. പിന്നെ അമിതമായ ക്ലെയിമൊന്നും ഞാൻ പറയുന്നില്ല, മരുന്ന് കൊണ്ട് മാറുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ സ്റ്റിറോയിഡ് കൊടുത്ത് മാനേജ് ചെയ്യുക അല്ലാതെ ഇതിന് ചികിത്സയില്ല. എന്നാൽ കൃത്യമായിട്ട് ഈ വ്യക്തിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ, മനസ്സുകൊണ്ട് ആ വെറുപ്പിനെ മാറ്റിയാൽ ഈ രോഗം പ്രകടമായി മാറുന്നത് ഞാൻ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. 4-5 കേസുകൾ ആർക്ക് വേണമെങ്കിലും വെരിഫൈ ചെയ്യാവുന്ന രീതിയിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇൻറ്റിമസിയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസിൽ ഒരു അത്ഭുതകരമായിട്ട് തോന്നിയൊരു എക്സ്പീരിയൻസ്? ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി വന്നു. അപ്പോൾ വിറ്റിലിഗോ, ഈ വെള്ളപ്പാണ്ട്, അതൊരു വളരെ മോശമായ രീതിയിൽ ദേഹം മുഴുവനും വന്നു. അപ്പോൾ അവർ പല സ്ഥലങ്ങളിലും വേൾഡ് വൈഡ് ചികിത്സയ്ക്ക് പോയി, എല്ലാം പരാജയപ്പെട്ടു. അപ്പോഴാണ് ആരോ ഇൻറ്റിമസിയെക്കുറിച്ച് പറയുന്നതും. എന്നാൽ അതും ഒന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വന്നു. അപ്പോൾ ഡോക്ടർമാർ നോക്കുമ്പോൾ ഇനി പരീക്ഷിക്കാൻ അവർ ആയുർവേദം നോക്കി, അലോപ്പതി നോക്കി, ഹോമിയോപ്പതി നോക്കി, എല്ലാ കാര്യങ്ങളും നോക്കി, ക്രമാതീതമായി കൂടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ റിപ്പോർട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ സ്ത്രീയെ ഒന്ന് കാണട്ടെ. അപ്പോൾ ഇവരെ നോക്കുമ്പോൾ അവർ കണ്ണിലിങ്ങനെ നോക്കുമ്പോൾ അവരെൻ്റെ കണ്ണിലല്ല നോക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞത് ഇവർക്ക് വെറുപ്പാണ്, പ്രപഞ്ചത്തോട് വരെ വെറുപ്പാണ്. എന്നാൽ അവർ ചിരിക്കുന്നു, കരയുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയായി വെറുക്കുന്നത്? അപ്പോഴാണ് അവർ പറഞ്ഞത്, എനിക്ക് ഒന്നിനോടും സ്നേഹമില്ല. അപ്പോൾ പിന്നെ ഒരു സൈക്കോളജിക്കൽ ടോക്കിലേക്ക് ഞാൻ പതുക്കെ അവരെ കൊണ്ടുപോയി. അപ്പോൾ സംഭവം, ഇവരുടെ 26 വയസ്സുള്ള മകൻ, കല്യാണത്തിന് ശേഷം ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് 6 മാസം ആകുമ്പോൾ ഈ മകന് പെട്ടെന്നൊരു പനി വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ക്യാൻസറാണെന്ന് ഡിക്ലെയർ ചെയ്തു. ആഴ്ചകൾക്കകത്ത് മരിച്ചു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ കൈക്കുഞ്ഞിനെയും വിട്ടിട്ട് ഈ മോൻ പോയി. ഇത് അമ്മ എന്നുള്ള നിലയ്ക്ക് ഈ സ്ത്രീക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അവർ ഭയങ്കര ഭക്തയും വളരെ ശാന്തയായ സൗമ്യയായ ഒരു സ്ത്രീയായിരുന്നു. അമ്പലങ്ങളിലൊക്കെ പോവുക, ദൈവവിശ്വാസത്തോടെയൊക്കെ ജീവിക്കുക. പെട്ടെന്ന്
തൻ്റെ 26 സർവ്വ പ്രതീക്ഷയെ ഉണ്ടായിരുന്ന മകനെ എടുത്ത ദൈവം, അങ്ങനെ ഒരു ദൈവം ഇല്ല, ഉണ്ടെങ്കിൽ ഇയാൾ ആരാധിക്കപ്പെടാൻ യോഗ്യനല്ല എന്ന ഒരു കൺക്ലൂഷനിലേക്ക് ഈ അമ്മ മനസ്സങ്ങെത്തി. അവരെല്ലാത്തിനെയും വെറുക്കാൻ തുടങ്ങി. കാരണം ഈശ്വരനെ വെറുക്കുന്ന സ്ത്രീ, അത്രയും അതുവരെ വിശ്വാസവും ആരാധനയും ഉണ്ടായിരുന്ന ഒരാൾ വെറുക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് പ്രപഞ്ചത്തിൽ ഒന്നിനെയും സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ബാഹ്യമായ വെറുപ്പ് ആന്തരികമായ വെറുപ്പായി മാറി. അപ്പോൾ ബോഡി ഒരു ഓട്ടോ ഇമ്മ്യൂൺ സ്റ്റേറ്റിലേക്ക് വീഴാൻ തുടങ്ങി. അവിടെ മുതലാണ് അവരുടെ ഈ അസ്വസ്ഥത തുടങ്ങിയതും ഈ മരണശേഷം ഇവരുടെ ഈ വെറുപ്പ്. പിന്നെ നോക്കുമ്പോൾ ദേഹത്തെല്ലാം ഒരുതരം ചൂട്, അസ്വസ്ഥത, പിന്നെ നോക്കുമ്പോൾ സ്കിന്നിലെല്ലാം ഇങ്ങനെ പാണ്ട് തൊട്ട് വന്ന് ദേഹം മുഴുവൻ ഇതായി. പിന്നെ അവർക്കിതൊന്നും അറിയുന്നില്ല. അപ്പോഴാണ് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ എത്തുമ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഈ രോഗത്തെ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന്ന് പുറത്ത് കടക്കാൻ ഞാനൊരു മാർഗം പറഞ്ഞു തന്നാൽ അത് സ്വീകരിക്കാമോ? എന്തും സ്വീകരിക്കാം, ഈശ്വര വിശ്വാസം വേണം. ഇവരുടെ മുഖം മാറി, വേർ ഈസ് ദ ഗാഡ്? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്തിനു എന്നെ ഇങ്ങനെ ശിക്ഷിച്ചു? ശരിയല്ലേ? അങ്ങനെ ഞാൻ പിന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തത് മഹാഭാരത കഥയാണ്. മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായ കഥാപാത്രം ആരാ? കർണൻ. പറയാം, കുറച്ചുകൂടെ കർണനെയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ശരിയാണ്, ഏറ്റവും ശക്തനായ കഥാപാത്രം കർണൻ തന്നെയാണ്. പക്ഷേ കൗരവപക്ഷത്തിൻ്റെ ലീഡർ ഭീഷ്മരായിരുന്നു. അപ്പോൾ കർണനെ നമ്മളൊരു യങ് ആയിട്ടുള്ളൊരു പോരാളിയായിട്ടാണെങ്കിലും സർവവും തികഞ്ഞൊരു പോരാളിയായിട്ട് കാണുന്നത് ഭീഷ്മരെയാണ്, ഭീഷ്മ പിതാമഹൻ. അപ്പോൾ കൗരവപക്ഷം മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഭീഷ്മരാണ്. ഭീഷ്മരെ മരിക്കാമെന്ന് തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ കൃഷ്ണൻ പോലും പരാജയപ്പെടുവായിരുന്നു, അല്ലേ? അപ്പോൾ അത്രയും ശക്തനായ ഒരു കഥാപാത്രം. പക്ഷേ ഈ കഥാപാത്രം ഏറ്റവും ശാപം കിട്ടിയവനാണ്. അതറിയാമോ? അങ്ങനെ ഒരു കഥയുണ്ട് ഇതിൻ്റെ പിന്നിൽ. അത് മഹാഭാരതം തുടങ്ങുമ്പോൾ ശന്തനു മഹാരാജാവ് ഗംഗാതീരത്ത് നടക്കുമ്പോൾ ഒരു ഗംഗാസ്ത്രീ ദേവി പ്രത്യക്ഷപ്പെടുകയും അവർ അനുരുക്തരായി അവർ കല്യാണം കഴിക്കുന്നു, കുട്ടികളുണ്ടാകുന്നതാണ് കഥ. 7 കുട്ടികളെയും ഈ അമ്മ നദിയിലെറിഞ്ഞ് കൊല്ലുകയും 8ാമത്തെ പുത്രനെ നദിയിലെറിയാൻ എടുക്കുമ്പോൾ ഈ രാജാവ് പറയും, നീ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു താ എന്ന് പറയുന്നൊരവസ്ഥയിൽ ആ കുട്ടിയോടെ വിട്ടിട്ട് പോകും. അതാണ് ഭീഷ്മർ. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ദേവലോകത്ത് നടക്കുന്നത് അഷ്ടവസുക്കൾ, 8 ദേവന്മാർ അവരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് 8 ദിക്കുകളെ പരിപാലിക്കുന്നതാണ് അഷ്ടദിക്പാലകന്മാർ. ഇവർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിങ്ങനെ ചിറ്റ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നന്ദിനി എന്ന പശുവിനെ കാണും. നന്ദിനി കാമധേനുവിൻ്റെ മോള്, എന്തും ചോദിക്കുന്നത് എന്തും കൊടുക്കുന്ന പശു. അതാണ് കഥ. അപ്പോൾ ഒരു സ്ത്രീ പറയും, എനിക്കാ പിന്നെ ഒരാളിൻ്റെ ഈ അഷ്ടവസുക്കളിൽ ഒരാളുടെ പ്രഭാഷയുടെ വൈഫ് പറയും, എനിക്ക് ആ പശുവിനെ വേണം. അങ്ങനെ ഇയാളുടെ നേതൃത്വത്തിൽ ഒരു ചിന്തിക്കും, ഒരു സന്യാസിക്ക് എന്തിനാ ഈ പശു? അത് വസിഷ്ഠ മഹർഷിയുടെ ആണ് നന്ദിനി, നമുക്കിതിനെ കൊണ്ടുപോകാം. അങ്ങനെ ഈ 8 പേരും കൂടി ചേർന്ന് ഇതിനെ മോഷ്ടിക്കും, ഒട്ടിച്ചു കൊണ്ടുപോകും. വസിഷ്ഠർ വരുമ്പോൾ പശുവിനെ കൊണ്ടുപോയി അദ്ദേഹം ജ്ഞാനദൃഷ്ടി നോക്കുമ്പോൾ പശുവിനെ അഷ്ടവസുക്കൾ കൊണ്ടുപോയി. അപ്പോൾ ശപിക്കും, ദേവന്മാരാണെങ്കിലും നിങ്ങൾക്ക് മനുഷ്യൻ്റെ ഗുണം നഷ്ടപ്പെട്ടിട്ടില്ല, മോഷണം മനുഷ്യനുള്ളതല്ലേ, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നിങ്ങളെ ഞാൻ ശപിക്കുന്നു, ഒരു ജീവിതകാലം മുഴുവൻ, മനുഷ്യ ജീവിതകാലം മുഴുവൻ 120 വർഷം നീ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോവുക. അവിടെ ഒരായുസ് മുഴുവൻ ജീവിച്ച് മനുഷ്യഗുണത്തിൽ നിന്ന് എങ്ങനെ ദേവഗുണത്തിലേക്ക് ഉയരാമെന്ന് പഠിച്ചിട്ട് തിരിച്ചു പോവാം. അങ്ങനെ ശപിക്കും. ശാപം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ പിള്ളേർക്ക് പോലെ തല്ല് കിട്ടിയപ്പോൾ ബോധം വന്നതുപോലെ സ്വാമിയുടെ കാലി വീണിട്ട് പറയും, ക്ഷമിക്കണം, അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ പറയും, തന്ന ശാപം തിരിച്ചെടുക്കാൻ പറ്റില്ല, പരിഹാരം ഗംഗാദേവിയോട് പോയി പറയുക, അമ്മ നിങ്ങൾക്കൊരു പരിഹാരം തരും, പെട്ടെന്ന് ശാപമുക്തി കിട്ടും. പക്ഷേ ഇവനുണ്ടല്ലോ നേതാവ് പ്രഭാഷ്, നിനക്ക് മുക്തിയില്ല, നീ ഒരു ജീവിതകാലം മുഴുവൻ ഭൂമിയിൽ ജീവിച്ച് എന്നിട്ട് തിരിച്ച് വന്നാൽ മതി, നോ കോംപ്രമൈസ്. അങ്ങനെ പ്രഭാഷ് പറയും, കുഴപ്പമില്ല, ഞാനല്ലേ നേതാവായിരുന്നത്, നിങ്ങൾ 7 പേരും രക്ഷപ്പെട്ടോ, നിങ്ങൾ പോയി ഗംഗാമാതാവിനെ കാണാൻ പറയാം. എല്ലാവരും കൂടെ പോകുന്നു. ഗംഗാമാതാവ് പറയും, ഞാൻ ഭൂമിയിൽ മനുഷ്യ സ്ത്രീയായി അവതരിക്കാം, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഗർഭം ധരിക്കാം, ജനിച്ച ഉടനെ തന്നെ നിങ്ങളെ മുക്തമാക്കാം ശാപത്തിൽ നിന്ന്. അങ്ങനെ ദേവലോകത്ത് നടക്കുന്ന എഗ്രിമെൻറ്റ് പ്രകാരമാണ് പിന്നെ ഭൂമിയിൽ കഥയുണ്ടാകുന്നത്. അപ്പോൾ ഓരോ കുഞ്ഞിനെയും ദേവി നദിയിലെറിഞ്ഞ് കൊല്ലുകയാണ്.
മനുഷ്യർ നോക്കുമ്പോൾ ഈ കൊല്ലപ്പെട്ട പിന്നെ കുട്ടിയാണോ രക്ഷപ്പെട്ട കുട്ടിയാണോ ഭാഗ്യവാൻ? രക്ഷപ്പെട്ട കുട്ടിയാണ് ഭാഗ്യവാൻ മനുഷ്യർ നോക്കുമ്പോൾ. സത്യത്തിലോ കഥാരൂപത്തിൽ വെച്ച് നോക്കിയാൽ ദേവന്മാരാണ് മരിച്ചവനാണ് ഭാഗ്യവാൻ. അങ്ങനെയെങ്കിൽ ഗുരുക്കന്മാരുടെ ഒരു കഥ എഴുതി വയ്ക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കഥ തന്തു ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തെ നോക്കി കണ്ടാൽ അമ്മ എന്നുള്ള രീതിക്ക് പറ, അമ്മയുടെ മകൻ ഭൂമിയിൽ നിന്ന് പോയി, അവൻ എങ്ങോട്ട് പോയിട്ടുണ്ടാകാം? മോക്ഷം. അത് കുഞ്ഞിനെ അത് എവിടെ പോയിട്ടുണ്ടാകാം? ദൈവത്തിൻ്റെ അടുത്ത്. ദൈവത്തിൻ്റെ അടുത്തേക്കാണ് അവൻ പോയത്. നല്ലതോ ചീത്തയോ? അവ വീണ്ടും കരച്ചിലോടായി. ഞാൻ പറഞ്ഞു, ശരി, വിധി നടക്കും. നാളെ അമ്മയും മരിക്കും, അമ്മയുടെ ഭർത്താവും മരിക്കും, ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും മരിക്കും. ശരിയല്ലേ? അത് ശരിയാണ്. അങ്ങനെയെങ്കിൽ അവനെ അടുത്ത തലത്തിലേക്ക്, അമ്മയുടെ മകനെ അടുത്ത തലത്തിലേക്ക് പോകാൻ സഹായിക്കുക. പിന്നെ ഞാൻ ഒരൽപ്പം തന്ത്രം ഉപയോഗിച്ചു. അവിടെയും കഥകൾ, ഇഷ്ടംപോലെ കഥകൾ ഗുരുക്കന്മാർ എഴുതിയിട്ടിട്ടുണ്ട്. തൃശങ്കു എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അവസ്ഥ. അദ്ദേഹം സ്വർഗത്തേക്ക് പോകുമ്പോൾ വഴിയിൽ തടയപ്പെടും, ഇടയ്ക്ക് ട്രാപ്പായി പോകും. ഇപ്പോൾ ഈ അമ്മയുടെ മകനും പറഞ്ഞിടത്തോളം അമ്മ ഇങ്ങനെ അവനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും അവൻ്റെ ലക്ഷ്യത്തിലെത്തില്ല. അവനിടയ്ക്ക് സ്റ്റക്കാവും. അയ്യോ, എൻ്റെ കുഞ്ഞ് എങ്ങനെ സ്റ്റക്കാവും, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, അമ്മ സത്യത്തെ അംഗീകരിക്കുക. അവൻ ഈശ്വരൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, അവനെ മനസ്സുകൊണ്ട് വിട്ടുകൊടുക്കുക. അവൻ നിങ്ങളിനി മരിച്ചു ചെല്ലുമ്പോൾ അവൻ നിങ്ങളെ സ്വീകരിക്കാനുണ്ടാകും. അവിടെ അല്പം തന്ത്രമൊക്കെ ഉപയോഗിച്ച് എന്തായാലും ആ അമ്മയ്ക്ക് മകനോടുണ്ടായിരുന്ന ആ ഒരു ബന്ധമുണ്ടല്ലോ, അത് ബോധപൂർവം ഞാൻ വിട്ടുകൊടുക്കാൻ അവരെ പ്രാപ്തരാക്കി. തമിഴ്നാട്ടിൽ ഒരു ഡെഡ് ബോഡി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ ആഘോഷപൂർവ്വമാണ് കൊണ്ടുപോകുന്നത്. മരണത്തെ യഥാർത്ഥത്തിൽ ആഘോഷിക്കാനുള്ളതാണ്. കാരണം അവർ വേറൊരു പ്ലെയിൻ ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് മാറുക ചെയ്യുന്നത്. ഇത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ അമ്മ മനസ്സിൽ നിന്നത് വിട്ടുകൊടുക്കാൻ തയ്യാറായി. അത് ആ കുട്ടിയുടെ മരണം ഒരു ദൗർഭാഗ്യമല്ല, അതൊരു സൗഭാഗ്യമാണെന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവരെ മനസ്സിലെ വെറുപ്പ് മാറി. കൃത്യം 3 മാസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു. 90% രോഗവും മാറി. ഞങ്ങളതിൻ്റെ ബിഫോറും ആഫ്റ്ററും ഫോട്ടോ എടുത്ത് വച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇത് നിങ്ങൾ ആരെ വേണേ കാണിച്ചോളൂ, എനിക്ക് ഈ രോഗം മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോൾ ഞങ്ങളത് ചെയ്യുന്നത് അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി മാറ്റിയിട്ട് അവരെ ഡിസീസ്ഡ് സ്റ്റേജ് മാത്രം ആൾക്കാർക്ക് അവരുടെ സമ്മതത്തോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഇതുണ്ടല്ലോ, പാർക്കിൻസൺ ഡിസീസ്, അതിനും ചികിത്സയില്ലെന്നാണ് പറയുന്നത്. ചെറിയ സ്റ്റിറോയിഡൊക്കെ വെച്ച് മാനേജ് ചെയ്യാം. ക്രോണിക് അലർജി, ഇതൊക്കെ നമ്മൾ എത്ര സൗമ്യമായിട്ടാണെന്നറിയോ ആ പ്രകൃതിയുടെ താളവുമായി ചേർത്ത് വച്ച് അവരെ ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്.